ഇവിടെ തന്നെ പ്രതിമ പോലെ നിൽക്കുകയാണോ നീ? ആ എത്ര നേരമായിട്ട് ദക്ഷമോള് കാത്തിരിക്കുന്നു. വേഗം പോ. എന്നിട്ട് പോയി അവളെ അണിയിച്ചൊരുക്കണം. അത് ചെയ്യേണ്ടത് ഇവിടെ നീയാണ്. ഈ വീടിന്റെ ഉടമസ്ഥയാ ഞാൻ. എന്റെ മകനാണ് മഹി. മഹി കെട്ടാൻ പോകുന്നവളാണ് ദക്ഷ. അവളുടെ പേര് വിളിക്കാൻ മാത്രം നിനക്ക് അഹങ്കാരമായോ? ക്ഷമിക്കണം മാഡം. കോളേജില് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരായതുകൊണ്ട് അറിയാതെ പേര് പറഞ്ഞു പോയതാ. കോളേജിൽ പോലും നീ ദക്ഷയെ മാഡം എന്നെ വിളിക്കാൻ പാടുള്ളൂ. എന്നെങ്കിലും നീ അവളുടെ പേര് പറഞ്ഞു വിളിച്ചാ അടിച്ചു നിന്റെ കാരണം പുകയ്ക്കും ഞാൻ. എടി, മനസ്സിലായോ? ഞാൻ ദക്ഷ മാഡത്തിന്റെ മുറിയിലേക്ക് പൊക്കോട്ടെ മാഡം. നിക്ക്. ദേ, ഇവിടെ 2 പാക്കറ്റുകൾ ഇരിക്കുന്നത് നീ കണ്ടോ? കണ്ടു. എന്റെ പുതിയ മരുമകൾക്കായി ഞാൻ വാങ്ങിയ 2 ജോഡി ചെരുപ്പാ അത്. ആ ചെരുപ്പും കൊണ്ട് ദക്ഷയുടെ മുറിയിലേക്ക് പോ. കൊണ്ടുപോയി കൊടുക്കടി. ദക്ഷ അവിടെ കാത്തിരിക്കുക. ചിന്നു, ഞാൻ എടുത്തോണ്ട് വരാം. തൊട്ടുപോകരുത്. നീ അതിൽ തൊട്ടുപോകരുത്. ഞാൻ ആരെയാണോ ഒരു ജോലി ഏൽപ്പിക്കുന്നത് ആ പണിക്കാരി തന്നെ വേണം അത് ചെയ്യാൻ. അല്ലാതെ മറ്റാരെങ്കിലും അതിൽ കയറി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നീ നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്താ മതി. വേറെ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അങ്ങനങ്ങ് പോയാലോ? നീ ആ പാക്കറ്റുകൾ തുറന്ന് ആ ചെരുപ്പ് പുറത്തേക്കെടുക്ക്. ഇതില് ദക്ഷ തെരഞ്ഞെടുക്കുന്ന ചെരുപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് നീ അവളുടെ കാലിൽ ഇട്ടു കൊടുക്കണം. കേട്ടില്ല? നിന്റെ മറുപടി എന്താണെന്ന് ഞാൻ കേട്ടില്ല. ഉറക്കെ പറയും. എല്ലാവരും കേൾക്കട്ടെ. ഈ ചെരുപ്പുകളില് ദക്ഷ മാഡത്തിന് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഏതാന്ന് വെച്ചാ മാഡത്തിന്റെ കാലില് ഞാനത് ഇട്ടു കൊടുക്കണം. അത് മാത്രം പോരാ, അവളുടെ കാലിലെ നഖങ്ങൾക്ക് നീ നെയിൽ പോളിഷും ഇട്ടുകൊടുക്കണം. കേട്ടല്ലോ? കേട്ടു മാഡം. ഇവിടെ തന്നെ പ്രതിമ പോലെ നിൽക്കുകയാണോ നീ? എത്ര നേരമായിട്ട് ദക്ഷമോള് കാത്തിരിക്കുന്നു. വേഗം പോ. എന്നിട്ട് പോയി അവളെ അണിയിച്ചൊരുക്കണം. അത് ചെയ്യേണ്ടത് ഇവിടെ നീയാണ്. കാരണം
എന്റെ മകൻ മഹി കെട്ടാൻ പോകുന്ന പെണ്ണാണ് അവള്. ഹാ. ആ, അവൾ ആരാണെന്നാണ് ഞാൻ പറഞ്ഞത്? മാഡത്തിന്റെ മകൻ മഹിസാറ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ആ. അതെപ്പോഴും നിനക്ക് ഓർമ്മ വേണം. പൊയ്ക്കോ. ഇപ്പോ ഈ വീട്ടിൽ ആ വേലക്കാരിയുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി, ശരിക്കും മനസ്സിലായി. എന്റെ ഭർത്താവിനും ഇളയ മകൻ മഹിക്കും താഴേക്കിടയിലുള്ള പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പതിയാ. വേറെ യാതൊരു അരുതാത്ത ബന്ധങ്ങളും ഈ പെണ്ണുമായിട്ട് എന്റെ മകനില്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനിയിപ്പോ ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയമില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അത് മാത്രമാണ് ഇപ്പൊ എന്റെ ആഗ്രഹം. അമ്മ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടന്നു കഴിഞ്ഞു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനം എന്താണെന്ന് അമ്മയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. വീട്ടുജോലിക്കാരെ എവിടെ നിർത്തണം, എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ രമാദേവിക്ക് അറിയുന്നത് പോലെ ഈ ലോകത്ത് മറ്റാർക്കാ അറിയുക? ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. മറ്റൊന്നും കൊണ്ടുമല്ല ഹേമേ, ആരും അവനവന്റെ സ്ഥാനം മറക്കാൻ പാടില്ല. സിമ്പതിയൊക്കെ കാണിക്കാം, പക്ഷേ അതിനും ഒരളവ് വേണം. നമ്മുടെയൊക്കെ ചെരുപ്പ് ചുമക്കുന്നിടത്താണ് ആ ജോലിക്കാരികളുടെ സ്ഥാനം. അതുകൊണ്ടാ ഞാനത് അവളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ സിമ്പതി കാണിക്കാൻ പോകുമ്പോഴാ ഇല്ലാത്ത സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അതെ, ആ പറഞ്ഞത് ന്യായം. അയ്യോ.